صلى على محمد صلى الله عليه وسلم صلى على محمد صلى الله عليه وسلم. ശക്തിയുള്ള ആളാണ്, അമാനത്തുള്ള ആളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപ്പാ കൂലി എന്താ കൊടുക്കണ്ടിച്ചാ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. ആ ഹയാ ഉള്ള മക്കളിൽ നിന്നാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം സഫൂറാ ബീവി റളിയല്ലാഹു അൻഹയെ വധുവായി സ്വീകരിച്ചത്. അപ്പൊ കുട്ടികൾക്ക് എല്ലാ സംഗതികൾക്കും അവർക്ക് പുറത്തേക്ക് വരാത്ത രൂപത്തിൽ ഒരു ഹയാ പ്രകടമാകുന്നുണ്ടെങ്കിൽ ബാപ്പയും ഉമ്മയും മുസാലിമാമ തങ്ങൾ പറഞ്ഞു നല്ലോണം ശ്രദ്ധിക്കണം. അവരെ അദബിന്റെ വിഷയത്തിലൊന്നും മുടക്കരുത്. അവർക്ക് അങ്ങനെ അദബ് പഠിപ്പിച്ച് നല്ല മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ആ വളർന്നു വരുന്ന തമ്മീസിന്റെ പ്രായമെത്തിയ കുട്ടിയെ പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട അദബ് എന്താന്ന് വെച്ചാൽ ആ കുട്ടിയെ തീറ്റ പണ്ടാരമാക്കരുത്. തങ്ങൾ പറഞ്ഞു, അവ്വലുമാ യഗ്ലിബു അലൈഹി മിനസ് സിഫാത്തി ശർറുഹു ത്വആം. ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ട് ഒരു ഇപ്പൊട്ടാമസാക്കി മാറ്റരുതോനെ, അങ്ങോട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ട് അത് പാകത്തിനുള്ള അളവിലാക്കി മാറ്റണം. ആദ്യം ആ കുട്ടിയെ ദുഷിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് ഇഷ്ടം പോലെ കരിച്ചതും പൊരിച്ചതും തുടിച്ചതും നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് ആ കുട്ടിയെ ഭക്ഷണത്തിന് ഏറ്റവും വലിയ താല്പര്യമുള്ള ആളാക്കി മാറ്റരുത്. പാകത്തില് ഭക്ഷണം പാകത്തില് കഴിക്കാൻ കുട്ടിയോട് പറയണം. പിന്നെ ആ കുട്ടിയെ ശ്രദ്ധിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. അവിടെയുള്ള അതൊക്കെ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കാൻ ഉപ്പ കൂടെ ഇരുന്ന് കൊടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടക്കത്തിൽ ചൊല്ലാൻ പറയണം. കൈ കഴുകിയോന്ന് ചോദിക്കണം. മോളോട് മോനോട് കൈ കഴുകാൻ പറയണം. കൈ കഴുകി വന്നിരുന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലാൻ പറയണം. അടുത്തുള്ളതിൽ നിന്ന് മാത്രം ഭക്ഷിക്കാൻ പറയണം. കൂടെ ആരെങ്കിലും ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ തുടങ്ങിയിട്ട് ഉമ്മാന്റെ കൂടെ ഭക്ഷിക്കുമ്പോ ഉമ്മ തുടങ്ങിയിട്ടേ തുടങ്ങാവൂട്ടോ. കാക്കാന്റെ കൂടെ ഭക്ഷിക്കുമ്പോ കാക്ക തുടങ്ങിയിട്ടേ തുടങ്ങാവൂട്ടോ. അമ്മോങ്കാക്ക കൂടെ ഉണ്ടെങ്കിൽ അവര് തുടങ്ങിയിട്ടേ തുടങ്ങാവൂട്ടോ. ഈ രീതി ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കണം. ഭക്ഷണത്തിലേക്കും അപ്പുറത്ത് തിന്നുന്ന ആളിലേക്കും തുറിച്ചു നോക്കിയിട്ട് അവരൊക്കെ എന്താ ഇത്രയും പെട്ടെന്ന് ഇത്രയും അധികം എങ്ങനെ തിന്നുന്നത് എന്ന ഒരു താല്പര്യം കുട്ടിയോട് പറയണം. അങ്ങനെ ഉണ്ടാകരുത്. വേഗത്തിൽ കഴിക്കരുത്. നല്ലോണം ചവച്ചിറക്കി പാകത്തിന്. വല്ലാ യുവാലിയ ബൈനൽ ലുഖം. ഒരു പിടിയെടുത്ത് തൊള്ളേക്കിട്ട് അടുത്ത് വേഗെടുത്ത് അടുത്തും പിന്നിട്ട് ഒന്നായിട്ട് നിറഞ്ഞപ്പോ വെള്ളം കുടിച്ച് അതങ്ങോട്ട് ഇറക്കി പിന്നെ അടുത്തും വേഗം. അങ്ങനെ തുടരെ തുടരെ പിടികൾ എടുക്കരുത് എന്ന് പറയണം. വലാ യുലത്തിഖ യദഹു വലാ സൗബഹു. കുട്ടിയോട് പറയണം ഭക്ഷണം കഴിക്കുമ്പോ ഒന്നാകങ്ങോട്ട് പുരട്ടരുത്. ഇവിടെ ഈ വിരലിന്റെ ഉള്ളിൽ മാത്രമേ ആകാവൂ. അതിനനുസരിച്ചാകണം പിടിയെടുക്കുന്നത്. ഒന്നായിട്ടും ഇങ്ങോട്ട് എടുത്തിട്ട് കൈയിൽ ഒന്നായിട്ടും പിന്നെ നോക്കുമ്പോൾ ഡ്രസ്സിൽ ഒന്നായിട്ടും പിന്നെ ചുണ്ടിലും അവിടെ ഇവിടെ ഒന്നായിട്ട് വാരി വലിച്ചു തേക്കുന്ന അങ്ങനെ ആകരുത്. ആ കുട്ടിക്ക് പഠിപ്പിക്കുന്ന അദബാണ്. എന്നിട്ട് കുട്ടിക്ക് റൊട്ടിയും മറ്റും ഒക്കെ കൊടുത്ത് പതിവാക്കിയിട്ട് കൂട്ടാന് എപ്പോഴും കൊടുത്ത് ശീലാക്കരുത് എന്ന് മുസാലിമാമ നിങ്ങൾ പറയാ. എന്തിന്? കൂട്ടാനില്ലാതെ ഭക്ഷണം കഴിക്കാനും കുട്ടിയെ പ്രാപ്തനാക്കണം. ഒരു കൂട്ടാനില്ലാതെ റൊട്ടി തിന്ന് ഓർമ്മല്ലേ? മറന്നു ഞങ്ങളൊക്കെ റൊട്ടി മാത്രം, റൊട്ടിയും ചായയും മാത്രം തന്നിട്ട് കൂട്ടാന്റെ പകരം ചിലപ്പോ ഈ ചായയിൽ റൊട്ടി മുക്കിയിട്ടും തിന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനൊക്കെ നമ്മളമ്മമാര് പതിവാക്കി നോക്കി ഈ മേഖല സ്വീകരിച്ചിട്ടായിരുന്നു. അത് അതിലേക്ക് അലച്ച വരാതിരിക്കാനാണ്. പിന്നെ കുട്ടിന്റെ ജീവിതത്തിൽ ആകെ ഒരു ശ്രദ്ധ തീറ്റയായി മാത്രം മാറിയാൽ ആ കുട്ടി പോകുന്നിടത്ത് മുഴുവനും കുട്ടിന്റെ 1-ാം നമ്പർ വിഷയം എന്തായി മാറും? തീറ്റയായി മാറും അല്ലേ? കുട്ടിക്ക് ചെറുപ്പത്തിലേ ഇത് പതിവാക്കിയാൽ ആ കുട്ടി ഡിഗ്രി തലത്തിലേക്ക് പോയാൽ അവിടുത്തെ ആദ്യ അന്വേഷണം എന്താ? ഫുഡിങ് എങ്ങനെയായിരിക്കും. അത് അത്ര വലിയ വിഷയമായിട്ടില്ല. ഇങ്ങനൊക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട മേഖലയിലാ. അത് കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുന്നതാക്കാൻ മതി, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തൃപ്തിയായി നടക്കണം എന്ന് കുട്ടി പറയും. അത് വേണ്ടതുപോലെ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ കുട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും. അങ്ങനെ ആ കുട്ടി ഒരു വർഷത്തിന് ചിലപ്പോൾ 4 സെന്ററിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവും. എന്താന്ന് നോക്കുമ്പോ കാരണമൊക്കെ ഒന്നാ. എന്താ? ഫുഡ് റെഡി ആയില്ല. അവിടെ പോയി നോക്കി, അവിടെ ഒരു മാസം അവിടുത്തെ ഫുഡ് റെഡി ആയില്ല. അപ്പൊ അപ്പുറത്തൊരു ചാൻസ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി അവിടെയും ഫുഡ് റെഡി ആയില്ല. സ്ഥലത്ത് പോയി അവിടെയും ഫുഡ് റെഡി ആയില്ല. അപ്പുറത്തേക്ക് കൊണ്ട് മാറി നോക്കി, അവിടെയും ഫുഡ് റെഡി ആയില്ല. എല്ലായിടത്തും പ്രശ്നം ഒന്ന് തന്നെ മാറിയത്.
പാകത്തിന് ശീലിപ്പിച്ചാൽ അത്ര മതിയാകും. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ ഈ അദബ് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മക്കൾ അവർ പോറ്റി വളർത്തിയിരുന്നത്. എന്നിട്ട് ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു, അധികം കഴിക്കുന്ന ആൾക്കാരെ കുട്ടിന്റെ അടുത്ത് മൃഗങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിട്ട് അത്രയും തോനൊക്കെ കഴിക്കല് മോനെ പോത്തും പശുവൊക്കെയാണ്, കുറച്ച് കഴിക്കണം. അങ്ങനെ അധികം കഴിക്കുന്നത് കുട്ടിക്ക് ഒരു ദുസ്വഭാവാക്കി മാറ്റിയിട്ട് പാകത്തിലുള്ളത് കഴിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കണം. വെളുത്ത വസ്ത്രം കുട്ടിക്ക് പ്രിയങ്കരമാക്കണം. കണ്ടങ്ങള് സാലിമാമതങ്ങൾ എത്ര കറക്റ്റ് ആയിട്ടാ പറയുന്നത്. ഇതൊക്കെ കൂടി വായിക്കാൻ നേരല്ല. വെളുത്ത വസ്ത്രം കുട്ടിക്ക് ഇഷ്ടവസ്ത്രമാക്കി മാറ്റണം. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടവസ്ത്രമായിരുന്നു. പിന്നെ നമ്മൾ മോഡിഫിക്കേഷനിലേക്ക് കൊണ്ട് മാറിയപ്പോ കുട്ടികൾ മാറിയാതാണ്. അവരെ പറയാനൊന്നുമില്ല. സാലിമാമ തങ്ങൾ പറഞ്ഞു, നല്ല മുന്തിയ കളറ്, ദൂനൽ മുലവ്വൻ വൽ ഇബിരീസം, വ്യത്യസ്ത കളറും മോഡലും ഉള്ളത് പട്ടിന്റെ വസ്ത്രം, അതൊന്നും ആകരുത് കുട്ടിക്ക് പ്രിയപ്പെട്ടത്. കുട്ടിക്ക് വെള്ള വസ്ത്രം നല്ലൊരു ഇഷ്ടപ്പെട്ട വസ്ത്രമാണ്, മറ്റേ ധരിക്കാൻ പാടില്ല എന്നല്ല, എന്നാലും കുട്ടിക്കൊരു മനസ്സിൽ താല്പര്യമൊക്കെ അതാണ്. അങ്ങനെ ആകുമ്പോ ആ കുട്ടി വന്ന് പറയും, നിസ്കരിക്കാൻ നിൽക്കല്ലേ, ആ വെള്ളത്തുണിനെ എടുത്ത് നിസ്കരിക്കാം. ചെറിയ കുട്ടി തന്നെയാണ്, 2-3 ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി പറയും, നിസ്കരിച്ചാൽ നിൽക്കല്ലേ, വെള്ളത്തുണിനെ എടുക്കാം. അതാ കുട്ടിക്ക് ആ വെള്ളയോട് ഒരു താല്പര്യം വന്നുകൊണ്ടാണ്. എല്ലാ മക്കളെയും വെള്ളവസ്ത്രത്തിൽ മാത്രം അങ്ങനെ ശീലിപ്പിച്ച് വളർത്തിയിരുന്നു നമ്മുടെ ഉസ്താദ് മർഹൂം TC ഉസ്താദ്, അള്ളാഹു തആലയോട് ദർജയേറ്റി കൊടുക്കട്ടെ. ഒറ്റ മക്കൾ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോൾ ഒറ്റ കുട്ടി, 3 ക്ലാസ്സിലെ കുട്ടി പോലും ഉണ്ട്, കള്ളിത്തിനെടുത്ത് കാണാൻ. എങ്ങനെയാണ് അങ്ങനെ ശിക്ഷണം കൊടുത്ത് വളർത്തിയെന്നുള്ളത് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ഉസ്താദ് കള്ളിത്തിനാണ് സംഗതി എടുത്തിട്ടില്ല, വെള്ള മാത്രം. എങ്ങനെയാണ് ജീവിച്ചോ? നമ്മള് ഉസ്താദിന്റെ അടുത്ത് ഓതുമ്പോൾ ഉസ്താദിന്റെ ശിക്ഷണ ശൈലി തന്നെ അങ്ങനെ ഒരു മാറ്റമുണ്ട്. കള്ളിത്തുണി എടുത്ത് വെള്ളക്കള്ളി തുണി എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ, വെള്ളക്കള്ളി തുണി എടുക്കരുത് എന്ന് പറയുന്നതിന് പകരം ഉസ്താദ് റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു വെള്ള കേട്ടിന്റെ, അന്നൊക്കെ 4000 കേട്ടി എന്നൊക്കെ പറഞ്ഞ മൂല്യന്മാരിങ്ങനെ ഓടും, ഒരു കേട്ടിത്തുണിന്റെ വെള്ള തുണി ഇങ്ങനെ തന്നു, ഒരു ഓയലുമുണ്ടും ഒരു ബനിയനും തന്നു. ഇതിപ്പോ ഒരു നസീഹത്താണത്. നിങ്ങൾ എടുത്തത് ശരിയായില്ലാന്നോ, അങ്ങനെ എടുക്കാൻ പാടില്ല ഒന്നും പറഞ്ഞില്ല. ആ നല്ലതും മുന്തിയതും ഇതാണ് എന്ന നിലക്ക് അതങ്ങോട്ട് തന്ന്. അതൊരു ശിക്ഷണത്തിന്റെ ശൈലിയാണ്. പക്ഷെ അങ്ങനെ ജീവിക്കാനും കൊണ്ടെടുക്കാനും കഴിയുന്നത് വല്ലാത്തൊരു ജീവിതമാണത്, സൂക്ഷ്മതയാർന്ന ജീവിതം. അള്ളാഹു അടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ. വിശുദ്ധ റമദാനിലാണ് അവിടുത്തെ വഫാത്ത് നടന്നത്. അള്ളാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. സഹോദരങ്ങനെ അത് ഇഷ്ടമാക്കണം എന്ന് പറഞ്ഞിട്ട് ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു, കുട്ടിന്റെ അടുക്കല് ഈ പട്ടും കളർ വസ്ത്രവും മറ്റും ഒക്കെ മോനെ അതൊക്കെ നല്ല ആൾക്കാരുടെ വസ്ത്രശൈലിയല്ല. അത് അന്നദാലിക ശഅ്നുൻ നിസാഇ വൽ മുഖന്നിസീൻ, പെൺകൂസന്മാരുടെയും അങ്ങനൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം ശൈലിയാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. വയഹ്ഫളസ് സ്വബിയാനി സ്വബിയാനില്ലദീന അവദു തനഉം വലബിസ സിയാബൽ ഫഖിറാ, നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിക്കുന്ന സുഖലോലുപതയിൽ ജീവിക്കുന്ന മക്കളോടൊപ്പം കൂട്ടുകൂടുന്നതിൽ നിന്ന് നമ്മുടെ കുട്ടിയെ വിലക്കണം. കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് പറയും, എന്റെ ക്ലാസ്സിലെ മറ്റേ കുട്ടി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടാ വന്നത്, എന്താണ് ആ ഡ്രസ്സിന്റെ പവർ, എന്താണ് ആ കുട്ടിന്റെ കയ്യിലുള്ള സ്ലേറ്റ്, എന്താണ് ആ കുട്ടിന്റെ നോട്ട് ബുക്ക്, എന്താണ് ആ കുട്ടിന്റെ ബാഗ്, എന്താണ് അതിന്റെ കൊട, എന്താണ് അതിന്റെ ഷൂ. അപ്പോഴൊക്കെ നമ്മുടെ കുട്ടിയെ പാകത്തിലുള്ളത് പറഞ്ഞു പഠിപ്പിക്കണം. മേലെ ഭാഗത്തേക്ക് മാത്രം ചിന്തിക്കുന്ന രൂപമാക്കരുത്. പാകത്തിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി പഠിപ്പിക്കണം. എന്തിനാണെന്നറിയോ? നല്ല സ്വഭാവങ്ങൾ പകർത്താനാണ്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടിയെ പക്വതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു 6 വയസ്സ് 5 വയസ്സൊക്കെ എത്തിയിട്ട് നല്ല പക്വത എത്തുമ്പോ കുട്ടിയെ മക്തബിൽ അയക്കണം, പള്ളിക്കൂടത്തിൽ അഥവാ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പറഞ്ഞേക്കണം. ഫയതഅല്ലമുൽ ഖുർആൻ, കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കണം. അഹാദീസൽ അഖിയാർ, മഹാന്മാരുടെ വർത്തമാനങ്ങൾ, ഹിക്കായാത്തിൽ അബ്റാർ.